അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഫത്ഹ്. എണ്ണിയാൽ തീരാത്ത മഹത്വങ്ങളുള്ള ഈ സൂറത്തിനെ കുറിച്ച് കൂടുതൽ അറിയാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. 100% ഉത്തരം കിട്ടുന്ന ഒരു സൂറത്താണിത്. ഒരുപാട് ആളുകൾ അനുഭവിച്ചറിഞ്ഞതും വളരെയേറെ മഹത്വമുള്ളതുമായ സൂറത്ത് ആയതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് പറയുന്ന കാര്യങ്ങൾ വൃത്തിയായി ചെയ്യുക. ഇൻഷാ അല്ലാഹ് എന്ത് ആഗ്രഹമുണ്ടെങ്കിലും അത് നടന്നിരിക്കും. ഓതേണ്ട രൂപം നോക്കാം. ഓതാനിരിക്കുമ്പോൾ വുളൂ എടുത്ത് ഖിബിലക്ക് മുന്നിട്ടാണ് ഇരിക്കേണ്ടത്. ഇബ്ലീസിൻ്റെ ഷെറിൽ നിന്നും കാവൽ കിട്ടാൻ വേണ്ടി അഊദു നിർബന്ധമായും ഓതുക. അഊദും ബിസ്മിയും ഓതിക്കൊണ്ട് തുടങ്ങുക. ഖുർആൻ ഓതുന്ന സമയത്ത് അദബ് കേടുണ്ടാകാൻ പാടില്ല. ഖുർആൻ മറ്റൊരാളോട് സംസാരിക്കേണ്ട ആവശ്യം വന്നാൽ സദഖല്ലാഹുൽ അലിയുൽ അലീം എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ അടച്ചു വെച്ച ശേഷം സംസാരിക്കുക. വീണ്ടും തുറക്കുന്ന സമയത്ത് അഊദും ബിസ്മി ചൊല്ലിക്കൊണ്ട് തുറന്ന് ഖുർആൻ ഓതുക. ഓതേണ്ട എണ്ണം 21 തവണയോ അല്ലെങ്കിൽ 41 തവണയോ ആണ് ഓതേണ്ടത്. 3 ദിവസം കൊണ്ടാണ് ഓതി തീർക്കേണ്ടത്. അതിന് കഴിഞ്ഞില്ലെങ്കിൽ 5 ദിവസം കൊണ്ടോ അതിനും കഴിഞ്ഞില്ലെങ്കിൽ 7 ദിവസം കൊണ്ടോ ഓതി തീർക്കുക. ആവശ്യം മനസ്സിൽ കരുതി നല്ല നിയ്യത്തോടു കൂടി തന്നെ ഓതുക. നല്ല ജോലി ലഭിക്കാൻ, വീടുണ്ടാകാൻ, വീട്ടിൽ ബർക്കത്തുണ്ടാകാൻ, അതുപോലെ നല്ല സ്വാലിഹായ മക്കളെ ലഭിക്കാൻ, വിവാഹപ്രായമെത്തിയവർക്ക് സ്വാലിഹായ ഇണകളെ ലഭിക്കാൻ, കടങ്ങൾ വീടാൻ തുടങ്ങി എന്താഗ്രഹമാണെങ്കിലും മനസ്സിൽ നല്ല നിയ്യത്തോടു കൂടി ഈ സൂറത്തുൽ ഫത്ഹിനെ ഓതുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അസ്സലാമു അലൈക്കും. താങ്ക് യു.